സരസയോ, വരൂ വരൂ. എന്തായത്? ഇത് 2 ബ്ലൗസിന്, ഇതൊരു പാവാടയ്ക്ക്. ഇതെന്താ? ഇതെനിക്കൊരു സാരി. നോക്കട്ടെ. വളരെ നന്നായിരിക്കുന്നു. സരസയ്ക്ക് നല്ലത് തിരഞ്ഞെടുക്കാൻ അറിയാം. എന്നെ കളിയാക്കണ്ട ചേട്ടാ. സരസയിരിക്കും. വേണ്ട, എനിക്ക് വേഗം വീട്ടിലെത്തണം. എന്റെ അളവ് വേണ്ടേ? എല്ലാം എന്റെ മനസ്സിലുണ്ട്. ഇതെപ്പോ വേണമെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് അത്ര ധൃതിയൊന്നുമില്ല ചേട്ടാ. എന്നാൽ ഒരാഴ്ച. എനിക്കിവിടെ ജോലി തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. സരസയുടേതല്ലേ, എന്റെ കലാപാഠം മുഴുവൻ ഞാനിത് കാണിക്കണ്ടേ. എന്നാ ഞാൻ പോട്ടെ, പിന്നീട് വരാം. ഇതിന് സരസ ഇങ്ങോട്ട് വേണമെന്നില്ല. തയ്ച്ചു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് തരാം. ശരി. അയ്യോ, ഇനി ഇതിങ്ങനെ താമസിപ്പിക്കാതെ പറയേണ്ടവരോടൊക്കെ പറഞ്ഞ് അറിയിപ്പിക്കുന്നിടത്തൊക്കെ അറിയിപ്പിച്ച് കാര്യമൊന്നും നടത്തരുത്. അങ്ങനെ അങ്ങ് ധൃതി പിടിച്ച കാര്യം നടക്കുവോ? സ്വല്പം സാവകാശത്തിലാകുന്നല്ലേ നല്ല. അത് ശരി. വീട്ടിലേക്കല്ലേ? കേൾക്കോളൂ. അയ്യോ വേണ്ട, ആരെങ്കിലും കാണും. കേൾക്കൂ സരസേ. ആരെങ്കിലും കണ്ടാലെന്താ? എന്തെങ്കിലും വിചാരിക്കും. എന്ത് വിചാരിക്കാൻ? കാറുള്ളപ്പം നടക്കുന്നത് തെറ്റാണ്. കേറോ? അയ്യോ വേണ്ട സാർ, ഞാൻ പോവുക. സരസേ, സരസേ, ഇങ്ങോട്ട് കയറാനാ പറഞ്ഞത്. അയ്യോ സാറേ, ഞാൻ കയറിയില്ലെങ്കിൽ ഞാൻ പിടിച്ച് കയറ്റും. എന്തു പറയുന്നു? കയറൂ, ഭയപ്പെടണ്ട. സരസേ, നിന്നെ ഇത്രമാത്രം സ്നേഹിച്ചു പോകുമെന്ന് എനിക്കറിഞ്ഞുകൂടായിരുന്നു. ഞാൻ പോട്ടെ, അച്ഛൻ വന്നിട്ടുണ്ടാവും. സരസേ, ഇന്ന് രാത്രിയെങ്കിലും നീ ടിവിയിലേക്ക് വരണം. അയ്യോ ഇല്ല, ഞാൻ വരില്ല. ഞാനാണ് പറയുന്നത് വരണമെന്ന്. അച്ഛനും അനിയത്തിയും അറിയാതെ സാധിക്കില്ല. എന്നെ അറിയാമല്ലോ. ഇല്ല. ഇന്ന് രാത്രി നീ ടിവിയിലേക്ക് വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? എന്താണ്? ഇന്ന് രാത്രി നിന്റെ വീട്ടിലൊരു കള്ളം കയറും. അയ്യോ, വീടും നാടും അറിയാതെ നിന്നെ ഞാൻ കട്ടുകൊണ്ടുപോകും. ദൈവത്തെ വിചാരിച്ച് വീട്ടിലേക്ക് വരരുതേ. രണ്ടാലൊന്ന് ഇന്ന് സംഭവിക്കും. നീ അങ്ങോട്ട് വരിക, അല്ലെങ്കിൽ ഞാൻ ഞാൻ കാത്തിരിക്കും. ബൈ ബൈ. ചേട്ടൻ എന്താ അവിടെ നിൽക്കുന്നത്? സരസ എവിടെ പോയിരുന്നു? ഞാനോ? ഞാൻ എവിടെ പോയിരുന്നല്ലോ. ഞാൻ വീട്ടിൽ തിരക്കി, കണ്ടില്ല. എന്താ കാര്യം ചേട്ടാ? സരസേ, എന്നോട് ഈ സ്നേഹക്കുറവ് കാണിക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? ചേട്ടനോട് സ്നേഹം കൂടുതൽ ഞാൻ കാണിച്ചിട്ടില്ലല്ലോ. അവൻ ആരാണെന്ന് നിനക്കറിയാമോ? കുറച്ചു ദിവസം ടി വിയിൽ വന്ന് താമസിക്കുന്ന ഒരാളെ നീ ഇങ്ങനെ വിശ്വസിക്കരുത്. അതെന്റെ ഇഷ്ടമാണ് ചേട്ടാ. നിന്റെ പോക്ക് അപകടത്തിലേക്കാണ്. ചേട്ടൻ ഇതിൽ വേദനിക്കാൻ കാര്യമില്ല. സരസേ, വർഷങ്ങളായി ഞാൻ നിന്നെ എന്റെ മനസ്സിൽ വെച്ച് പൂജിക്കുകയാണ്.
വിവാഹാലോചനയുമായി എന്റെ വീട്ടുകാരെ അയക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ. ഈ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ അറിയണം. അറിയേണ്ടത് ഞാനാണ്. നിർബന്ധിച്ചിട്ട് കാര്യമില്ല. സരസേ, ഇതാ, ഇത് കൊണ്ടുപോയിക്കൊള്ളു. രാധേ, രാധേ, എന്താ അച്ഛാ? എന്റെ ചേച്ചി എവിടെ പോയി? ഇതാ വന്നു അച്ഛാ. നീ എവിടെ പോയിരിക്കുന്നു? ഞാൻ ചേച്ചിയില്ലേ അച്ഛാ? പിന്നെ അയ്യപ്പച്ചേട്ടന്റെ വീട്ടിൽ പോയതാ. അവരുടെ മകളില്ലേ, ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ചേച്ചി കാണാൻ പോയതാ. ഞാൻ ഒന്ന് ചന്ത വരെ പോയിട്ട് വരാം. ചേച്ചി, ഇനി എന്നെ കൊണ്ടാവില്ല. ഞാൻ അച്ഛനോട് കളവ് പറഞ്ഞു പറഞ്ഞു മടുത്തു. ചേച്ചി കേട്ടുണ്ടോ? പല നാൾ കള്ളൻ ഒരു നാൾ വലയിൽ. ഇതൊരു നല്ല വലയാണ് മോളെ. ഇനി ഞാൻ എന്റെ മോളെ കൊണ്ട് അധികം കളവ് പറയിക്കില്ല. അദ്ദേഹം എന്നെ വിവാഹം ചെയ്തോളാമെന്ന് സത്യം ചെയ്തിട്ടുണ്ട്. നേരാണോ ചേച്ചി? അതെ മോളെ. വരൂ, അകത്തേക്ക് വരൂ. ഇരിക്കൂ. ഇനിയും വൈകിരുന്നെങ്കിൽ ഞാൻ അവിടെ എത്തുമായിരുന്നു. അത് പേടിച്ചാണ് ഞാൻ വന്നത്. എന്തിനാണ് വരാൻ പറഞ്ഞത്? വേഗം പറയൂ, എനിക്ക് പേടിയാവുന്നു. പേടിക്കാനൊന്നുമില്ല. വാച്ച്മാൻ അപ്പുറത്ത് കിടന്നുറങ്ങുകയാണ്. അടുത്ത മുറിയിലൊന്നും ഇന്നാരുമില്ല. എന്നാലും ആരെങ്കിലും അറിഞ്ഞാൽ? നിനക്കെന്നെ വിശ്വാസമില്ലേ? അതുകൊണ്ടല്ല. പിന്നെ സരസേ, ഏറിയാൽ 1 മാസം എന്റെ അച്ഛനും അമ്മയും വരും. പെണ്ണ് കാണാനല്ല, വിവാഹം നിശ്ചയിക്കാൻ. ഇനിയും നിന്നോട് എത്ര തവണ ഞാനിത് പറയണം? സാറേ, ഞാൻ നിന്റെ സാറല്ല, ഞാൻ നിന്റെ... ചേച്ചി, ചേച്ചി എവിടെ പോയിരുന്നു? ഞാൻ
ഇത് ശരിയാണോ ചേച്ചി? മോളെ, എനിക്ക് അദ്ദേഹത്തെ നല്ല വിശ്വാസമുണ്ട്. അദ്ദേഹം നല്ല ആളാണ്, എന്നെ ചതിക്കില്ല. സമയം ഒരുപാടായി, ചേച്ചി കടന്നോളൂ.